ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. മാസങ്ങൾക്ക് ശേഷമുള്ളൊരു രാത്രി. പുറത്തെ നീളം കൈവരിയിലിരുന്ന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് അവൾ. തനിക്കടുത്തായി ആരോ വന്നിരിക്കുന്നതായി തോന്നിയപ്പോഴാണ് മാളു മെല്ലെ മുഖം ചിരിച്ച് നോക്കിയത്. തനിക്കടുത്തിരിക്കുന്ന അമ്മയെ കണ്ട് അവൾ മെല്ലെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഏത് സമയം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ കുഞ്ഞേ, ഞങ്ങൾക്ക് അടുത്തൊന്നിരിക്കാൻ പാടില്ലേ നിനക്ക്? അവർ വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ മെല്ലെ ഒന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ എങ്ങനെയാണ് ഒറ്റക്കാകുന്നത്? എൻ്റെ മോളിൽ എൻ്റെ കൂടെ ദേ എനിക്ക് ചുറ്റും നിറഞ്ഞു നിൽപ്പുണ്ട് അവള്. എനിക്കറിയാൻ കഴിയുന്നുണ്ടത്. അങ്ങനെ പെട്ടെന്നൊന്നും അവൾക്ക് അവളുടെ ചേച്ചിയെ വിട്ട് പോകാൻ കഴിയില്ല. ഇടർച്ചയോടെ മാള് പറയുമ്പോൾ സാരിത്തൽപ്പ് വായിൽ തിരികെ അവർ കരഞ്ഞുപോയി. അമ്മ ഇങ്ങനെ കരയില്ലേ, നമ്മൾ കരഞ്ഞാ അവൾക്ക് സങ്കടാകും. അമ്മയായിട്ട് എൻ്റെ മോളെ സങ്കടപ്പെടുത്താൻ പാടില്ല. അതെ, എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കണ്ട. സിന്ധു വേഗം തൻ്റെ ഇരു കണ്ണുകളും അപ്പുറത്ത് തുടച്ചുകൊണ്ട് മാളുവിൻ്റെ കൈ കവർന്നു. ഒറ്റയ്ക്ക് ഇരിക്കണ്ട മോള്, വാ നമുക്ക് അകത്തേക്ക് പോകാം. അമ്മ പോയിക്കോ, അല്പം നേരം കൂടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ വന്നേക്കാം. വീണ്ടും അവൾ പുറത്തെ ഇരുട്ടിലേക്ക് കണ്ണുകൾ മാറ്റുമ്പോൾ സിന്ധു പിന്നെ ഒന്നും പറയാൻ കഴിയാതെ പതിയെ അകത്തേക്ക് നടന്നു. അത്രയും നേരം പിടിച്ചു വെച്ച കണ്ണുനീർ ഒരു തുള്ളി രൂപത്തിൽ കവിളിലേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ മാളുവിൻ്റെ കണ്ണുകൾ ചുമരിൽ മായുവിൻ്റെ മാലയിട്ട ചിത്രത്തിലായി വന്നു നിന്നു. അതിലേക്ക് നോക്കവേ തൻ്റെ ചങ്ക് പൊടിയുന്നതായി തോന്നി അവൾക്ക്. രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് മുറക്കം കിട്ടാതെ ആയത് മാളു ബെല്ലപ്പെടിയെന്ന് എഴുന്നേറ്റിരുന്നു. സമയം രാത്രി ഒന്നിനോടടുത്തിട്ടുണ്ട്. പതിവാണിപ്പോൾ ഈ സമയത്തുള്ള ഉണർന്നലും പോലും. മാസങ്ങളായിരിക്കുന്നു താനൊന്ന് നേരെ ഉറങ്ങിയിട്ട്. അവൾ പതിയെ എഴുന്നേറ്റ് ബാൽക്കണി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ചുവരിലൂടെ ഊർന്ന് വെറും നിലത്തായി ഇരിക്കുമ്പോൾ കണ്ണുകൾ എന്നത്തെയും പോലെ പുറത്തിരട്ടിലേക്ക് തന്നെ പാഞ്ഞു. ചിന്തകൾ പല വഴിക്ക് സഞ്ചരിക്കുമ്പോൾ തലപ്പുറകിലെ ചുമരിലേക്ക് ചാരിയിരുന്നു. മയു മരിച്ചിട്ട് ഏകദേശം 6 മാസത്തോളം ആകുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ബോഡി കൊണ്ടുവന്നതും അധിക നേരം വെച്ചിരിക്കാതെ ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്ത് അവളുടെ ശരീരം ചിതയിലേക്ക് എടുത്തു. വേറെ ബന്ധുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് ശാസ്ത്രത്തിനെതിരാണെങ്കിലും അർജുൻ തന്നെയാണ് കർമ്മങ്ങൾ ചെയ്തത്. അതിലാർക്കും പരാതി ഉണ്ടായിരുന്നില്ല. ചടങ്ങുകളെല്ലാം കഴിഞ്ഞതും പലരും പല വഴിക്ക് പിരിഞ്ഞു. നേരം നിന്ന് ഇരുട്ടിയിരിക്കുന്നു. ഒടുവിൽ അടുത്ത കുടുംബങ്ങൾ മാത്രമായി. അർജുൻ ഫാമിലി, ആകാശ കുടുംബം, മാധവ് ഫാമിലി, ആരവ്, ദക്ഷ, ശ്രേഷ്ഠവ്. സിന്ധു കരഞ്ഞു തളർന്ന് ഇപ്പോഴും കിടപ്പാണ്. ചടങ്ങുകൾക്ക് മുന്നേ തന്നെ ശ്രീധരനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. ഉമ്മറത്തെ ചാരുകസേരയിൽ കിടന്ന് വീങ്ങി പൊട്ടുകയാണ്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു മാളുവിൻ്റെ അവസ്ഥ. ഒരു തുള്ളി കണ്ണുനീര് പോലും ഒഴുക്കാതെ ആളിലെ ചുമരിൽ ചാരി ഒരേ ഇരിപ്പുണ്ട്. അവൾക്കടുത്തായി ദക്ഷയും ആവണിയും ഉണ്ട്. ബാക്കി എല്ലാവരും അകത്തായിരുന്നുവെങ്കിൽ മാധവ് ഇപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തൻ്റെ പെണ്ണിൻ്റെ ചിതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. കണ്ണുകൾ പോലും അവൻ ചിമ്മുന്നില്ല. ഡാ. അർജുൻ അവൻ്റെ അരികിൽ വന്ന് തോളിൽ തട്ടി വിളിക്കുമ്പോൾ മാധവ് ഒരു ഞെട്ടലോട് അവനെ തിരിഞ്ഞു നോക്കി. മതി ഇവിടെ നിന്നത്, നീ വാ. വേണ്ട അർജുൻ, ഞാനിവിടെ നിന്നോട്ടെ പ്ലീസ്. എൻ്റെ പെണ്ണൊറ്റക്കായി ഇവിടെ. അവൾക്ക് ഇരുട്ട് പേടിയാടാ. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടത്. അവൾ ഒറ്റക്കാക്കാൻ വയ്യ. നീ പോയിക്കോ. വീണ്ടും കാത്തിക്കൊണ്ടിരിക്കുന്ന ആ ചിതയിലേക്ക് നോക്കിയവൻ ഇടർച്ചയോടെ പറയുമ്പോൾ കേട്ട് നിന്ന് അർജുൻ്റെ കണ്ണുകൾ പോലും നിറഞ്ഞു വന്നു. എന്നോട് നിനക്ക് ദേഷ്യമുണ്ടോ മാധവ്? ഞാൻ കാരണമാണോ ഇതൊക്കെ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? അവൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ മാധവാകെ തരിച്ചു നിന്നു. നീ എന്തൊക്കെയാ അർജുന ഈ പറയുന്നേ? നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ ഞാൻ തള്ളി പറയൂന്ന്? ഇതിലെവിടെയാടാ നിന്റെ തെറ്റ്? ആണ് മാധവ്, എൻ്റെ തെറ്റാണ്. എല്ലാം ഈ എൻ്റെ തെറ്റാ. നേരത്തെ അറിഞ്ഞിട്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഞാൻ അവളെ. എങ്കിൽ ഇങ്ങനൊന്നും വരില്ലായിരുന്നു. അർജുൻ മാധവിൻ്റെ ഒരു കയ്യും കൂട്ടിപ്പിടിച്ച് അതിൽ മുഖമമർത്തി കരയുമ്പോൾ മാധവ് വല്ലാത്തൊരു ഞെട്ടിലോട് അവനെ നോക്കി. അർജുൻ, നീ എന്താ പറഞ്ഞേ? നിനക്ക് എന്താ അറിയാമായിരുന്നെന്ന്? അവന് മുന്നേ സൂചന കിട്ടിയതാണ് മാധവ്. പിറകിൽ നിന്ന് കേട്ട ശ്രേഷ്ഠവിൻ്റെ ആ വാക്കുകളിൽ അവൻ തറഞ്ഞു നിന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അർജുൻ ഒരു ഫോൺ കോൾ വന്നിരുന്നു. ഈ വിവാഹം നടക്കില്ലെന്നും നിങ്ങളിലൊരാളെ കൊല്ലപ്പെടുത്തുമെന്നും. അൺനോൺ നമ്പർ ആയിരുന്നത് കൊണ്ട് തന്നെ തിരിച്ചു വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. അന്ന് അർജുൻ ആദ്യം വിളിക്കുന്നത് എന്നെയാണ്. എൻ്റെ നിർദ്ദേശപ്രകാരം അർജുൻ അന്ന് രാത്രി മുതൽ നിന്റെ വീടിന് ചുറ്റും ഞങ്ങളുടെ ആളുകളെ നിർത്തിയതും ഷൂട്ടിംഗ് നിർത്തിവെച്ച് അവൻ ഇവിടേക്ക് വന്നതും. അന്ന് മുതൽ രാമെന്നോ പകലെന്നോ ഇല്ലാതെ ഒരുങ്ങുകയെന്നിവൻ. എത്രയൊക്കെ ധൈര്യശാലി എന്ന് പറഞ്ഞാലും സിനിമാ നടനാണെന്ന് പറഞ്ഞാലും തളർന്നു പോകുന്നൊരു നിമിഷമുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയുമ്പോൾ. അതാ ഇവനെ തനിച്ചാക്കാൻ എനിക്ക് തോന്നാത്തത്. ഒരു നിഴൽ പോലെ ഇവനോടൊപ്പം നിങ്ങൾക്ക് ചുറ്റും ഞാനുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്കാ അടുത്ത മെസ്സേജ് വന്നത്. അത് കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാ അകത്ത് മയോമികയെ. അത്രയും പറഞ്ഞ ശ്രേഷ്ഠമൊന്ന് നിർത്തുമ്പോൾ മാധവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാനോ ഇവനെ കരുതിയതല്ല മാധവ്.
നിങ്ങളെ സേവ് ചെയ്യാൻ ഓരോ നിമിഷവും ശ്രമിച്ചത്. പക്ഷേ വിധി പ്രതികൂലമായിരുന്നു. മാധവ് തൻ്റെ കണ്ണുകൾ അമർത്തി അടച്ചു തുറന്നു. അർജുൻ, ആരാ ഇതിന് പിന്നിൽ? നിനക്ക് അതും അറിയാം. പറയ അർജുൻ, ആരാ അത്? മാധവ് അർജുൻ്റെ ഷർട്ടിൻ്റെ കോളിൽ പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചു. ശിവദാസ്. അർജുൻ്റെ നാവിൽ നിന്നും ആ പേര് വീഴുമ്പോൾ മാധവിൻ്റെ കൈകൾ ഞെട്ടിലോട് അവനിൽ നിന്നും പിൻവലിഞ്ഞു. അയാളോ? അവൻ്റെ വാക്കുകളൊന്നും മുറിഞ്ഞുപോയി. അതേ മാധവ്, നിന്നെ കൂടെ അയാളുടെ മകൾക്ക് നഷ്ടമാകാതിരിക്കാനാവണം. ശ്രേഷ്ഠമാണ് അതിന് മറുപടി പറഞ്ഞത്. എന്നാൽ മാധവിൻ്റെ കണ്ണുകൾ ഞെട്ടലോടെ പുറകിലേക്ക് നീങ്ങുന്നത് കണ്ടാണ് ശ്രേഷ്ഠവും അർജുനെ തിരിഞ്ഞു നോക്കുന്നത്. എല്ലാം കേട്ട് മുന്നിൽ തറഞ്ഞു നിൽക്കുന്ന മാളവിനെ കണ്ട് അർജുൻ്റെ ശരീരത്തിലൂടെ ആകെ ഒരു വിറയിൽ പാഞ്ഞു. മാളവിക, താൻ? അർജുൻ വേഗം അവൾക്ക് അടുത്തേക്ക് വന്ന് എന്തോ പറയാൻ ഒരുങ്ങിയതും അവൾ അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിലോടെ നിന്നുപോയി. മാളവിക, താൻ എന്തേ കാണിച്ചത്? ശ്രേഷ്ഠ അവൾക്കരികിൽ വന്ന് ഉച്ചത്തിൽ ചോദിക്കുമ്പോൾ പുറത്തെ ശബ്ദം കേട്ട് ഓരോരുത്തരായി അവിടേക്ക് വന്നു തുടങ്ങി. തന്നെ സ്വന്തം ഏട്ടനായിട്ടല്ല എൻ്റെ മോള് കണ്ടത്. എന്നിട്ട് എല്ലാം അറിഞ്ഞു വെച്ചിട്ട് അവളോട് ഇങ്ങനെ കാണിക്കാൻ തനിക്ക് എങ്ങനെ തോന്നി? ചതിയനാ താൻ. കാമുകിക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ എൻ്റെ അനിയത്തിയെ കൊലക്ക് കൊടുത്ത മഹാപാപി. അവളുടെ ദേഷ്യം കൊണ്ട് വിറച്ച ഓരോ വാക്കുകൾക്ക് മുന്നിലും തറഞ്ഞു നിന്നുപോയി എല്ലാവരും. അർജുനിലാകെ ഒരു മരവിപ്പായിരുന്നു. മാളവിക, താനീ വിളിച്ചു പറയുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. നിർത്ത്. ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ താൻ ആരാ? വിരൽ ചൂണ്ടി അവൾ ശ്രേഷ്ഠവിൽ നിന്ന് ഒരാ ചോദ്യം ഉന്നയിക്കുമ്പോൾ അവനൊരു നിമിഷം നിശബ്ദമായി പോയി. മാളവിക, തനിക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോട് തീർക്കാം, അല്ലാതെ അവനോട് വേണ്ട. ഉടനടി അർജുൻ ഇടപെട്ടു. സ്വന്തം രക്തത്തെ പറഞ്ഞപ്പോൾ തനിക്ക് പൊള്ളിയല്ലേ? ദേ, ആ എരിഞ്ഞോണ്ടിരിക്കുന്നത് എൻ്റെ രക്ത. എനിക്ക് എൻ്റെ മോളെ നഷ്ടപ്പെട്ടിട്ട് മണിക്കൂറുകൾ പോലും ആയിട്ടില്ല. പക്ഷെ താനെല്ലാം അറിഞ്ഞിട്ടും ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്നിൽ നിന്ന് ഞാൻ പൊതിച്ച് പിടിച്ച എൻ്റെ മോളെ നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അർജുൻ എന്ത് ചെയ്തു എന്നാ? രാഗി അവൾക്ക് അടുത്തേക്ക് വന്ന അർജുൻ്റെയും മാളവിൻ്റെയും നടുവിലായി നിന്നുകൊണ്ട് ചോദിച്ചു. എൻ്റെ അനിയത്തിന്ന് മരിക്കുന്നതേ ഈ നിൽക്കുന്ന അമ്മയുടെ മകനെ അറിയാമായിരുന്നു. അറിഞ്ഞു വെച്ച് കൊന്നതാ എൻ്റെ കുഞ്ഞിനെ. മാള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ രാഗി വിശ്വാസം വരാത്ത പോലെ ഞെട്ടി അർജുനെ നോക്കി. എന്നാൽ അവനെപ്പോഴും മുഖം താഴ്ന്നു നിൽക്കുകയായിരുന്നു. സിന്ധു എഴുന്നേൽക്ക്. പിറകിൽ നിന്നും എല്ലാം കേട്ടുകൊണ്ടിരുന്ന സിന്ധു കുഴഞ്ഞു വീഴുമ്പോൾ ശ്രീധരനെ മാറ്റി ആകാശ് വേഗം അവരെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. മാളവിക, ഞാൻ പറയുന്നത് താന്നു കേൾക്ക്. ഇനി എനിക്ക് ആരുടെയും ന്യായീകരണം കേൾക്കണ്ട. പോയില്ലേ എൻ്റെ മോള്, പോയില്ലേ? കൊന്നില്ലേ എല്ലാരും കൂടെ? എനിക്ക് തിരിച്ചു തരാൻ കഴിയുമോ നിനക്ക്? എങ്കിൽ എൻ്റെ മോളെ തിരിച്ചു നീ. മാളു അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വിളിച്ചുകൊണ്ട് അലറിക്കരയുമ്പോൾ അർജുൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. എന്ന് നീ എൻ്റെ ജീവിതത്തിൽ വന്നോ അന്ന് മുതൽ കരയാൻ തുടങ്ങിയതാ ഞാൻ. ആദ്യം ആത്മാഭിമാനം, എൻ്റെ സന്തോഷം, എൻ്റെ ജീവിതം എല്ലാം നീ ഇപ്പം നശിപ്പിച്ചു. ഇപ്പൊ എൻ്റെ മോളെയും നീ ഇല്ലാതാക്കി. ഇനിയില്ല, എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെങ്കിലും രക്ഷിക്കണം. നിന്റെ കൂടെ നിന്നാ എനിക്ക് അവരെയും നഷ്ടാകും. ഇനി മാളവികയുടെ ജീവിതത്തിൽ അർജുൻ ഇല്ല. അവനെ പിറകിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് അവൾ അലറുമ്പോൾ അതിനിടയിലും അവൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. മോളെ നീ വേണ്ട, അച്ഛൻ ഇതിൽ ഇടപെടണ്ട. ഇപ്പോ ഈ നിമിഷം നീ ഇവിടുന്ന് പോകണം. ഇനി നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമല്ല. എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമായ നീ ഇനി എൻ്റെ വീട്ടിലും എൻ്റെ ജീവിതത്തിലും വേണ്ട. പോകാൻ. അവൻ്റെ നെഞ്ചിലും മുഖത്തുമെല്ലാം ആഞ്ഞടിച്ചുകൊണ്ട് അവൾ അവനെ പുറകിലേക്ക് തള്ളി മാറ്റുമ്പോൾ അർജുനാകം ആരംഭിച്ചു നിന്നു. മോളെ, ഏട്ടൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. മാധവ് വേഗം അവൾക്ക് അടുത്തേക്ക് വന്ന് അവളെ പിടിച്ചു മാറ്റി. അർജുൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാൻ കൂട്ടു നിൽക്കില്ല. ഇവിടെ സംഭവിച്ചത് അതല്ല. ഏട്ടനെ കൂടി ഇനി ഇയാളെ ന്യായീകരിക്കണ്ട. ഇയാൾ കൊന്നത് എൻ്റെ അനിയത്തിയെ മാത്രമല്ല, ഞങ്ങളുടെ പ്രാണനെയാ. ഏട്ടൻ സ്നേഹിച്ച പെണ്ണിനെയാ. അതോ അവളില്ലാതായപ്പോ ആ സ്നേഹവും ഇല്ലാതായോ? മാളവിൻ്റെ ആ ചോദ്യത്തിന് മാധവന് ഞെട്ടലോട് അവളെ നോക്കി. മാധവ്, വേണ്ട. എൻ്റെ മകനെ മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ അവൾക്ക് ഇനി അവനെ വേണ്ടെന്നാണെങ്കിൽ ഈ ബന്ധം ഇവിടെ തന്നെ അവസാനിക്കട്ടെ. വാസുമോ, വാ, നമുക്ക് ഇറങ്ങാം. മമ്മ. അർജുൻ ഇടർച്ചയോടെ വിളിച്ചതും ചുവന്ന് കലങ്ങിയ കണ്ണുകളാൽ ദേഷ്യത്തോടെ അവനൊന്ന് നോക്കി. എല്ലാവർക്കും മുന്നിലും ഇങ്ങനെ തല താഴ്ത്തി ജീവിക്കാൻ നീ ഒരു അപരാധം ചെയ്തിട്ടില്ല. ആദ്യം സ്നേഹിച്ചവൾക്ക് മുന്നിൽ, പിന്നെ ജനിപ്പിച്ച അച്ഛന് മുന്നിൽ, ഇപ്പതേ താലി കെട്ടിയ പെണ്ണിന് മുന്നിൽ. ഇനി ആർക്ക് മുന്നിലും നിന്നെ താഴ്ത്താൻ നിന്റെ അമ്മ ജീവനോടുണ്ടെങ്കിൽ അനുവദിക്കില്ല. ആരൊക്കെ വിശ്വസിച്ചാലേ ഇല്ലെങ്കിലും എൻ്റെ മകൻ ഇങ്ങനെ ഒരു ക്രൂരതയൊക്കെ കൂട്ടി നിൽക്കില്ലെന്ന് എനിക്കറിയാം. അവനെ വളർത്തിയത് ഈ ഞാനാ. നീ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ ഇവനാണ് നിന്റെ അനിയത്തിയെ കൊലക്ക് കൊടുത്തതെന്ന്?
ആ അനിയത്തിക്ക് 2 രാത്രി മുഴുവൻ കാവൽ കിടന്നത് എൻ്റെ മകനാ. അത് നിങ്ങളൊക്കെ സുഖമായി ഉറങ്ങുമ്പോ വെറും നിലത്ത് അവളുടെ റൂമിന് മുന്നിൽ. അറിയോ ആർക്കെങ്കിലും അത്? 2 ദിവസമായി ഒരു തുള്ളി പച്ചവെള്ളെങ്കിലും എൻ്റെ കുഞ്ഞു കുടിച്ചിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് കണ്ണടക്കാതെ അവൾക്കൊരു കാവലായി അവൾക്ക് ചുറ്റുണ്ടായിരുന്നവൻ. അവൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ പറ്റിപ്പോയതാ. അല്ലാതെ എൻ്റെ കുഞ്ഞിങ്ങനെ ഒന്നും ചെയ്യില്ല. ഇതിനപ്പുറം അവൻ എന്ത് വേണമായിരുന്നു? നിങ്ങളെ കൂടെ ഭയത്തിന്റെ കീഴിൽ നിർത്തണമായിരുന്നോ? എന്നോട് പോലും അവനിതൊന്നും പറഞ്ഞതല്ല. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, ആരോടൊന്നും പറയാൻ കഴിയാതെ എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൽ നെഹ്റിയത്. ഇന്നലെ രാത്രി വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മടിയിൽ വന്ന് കിടക്കുമ്പോഴും ഞാൻ അറിഞ്ഞില്ല ഉള്ളിലൊരു കെടാ തീയും കൊണ്ടാ എൻ്റെ മോൻ. നിറഞ്ഞു വരുന്ന കണ്ണുകളോട് ബാക്കി പറയാൻ കഴിയാതെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ അവർ നിർത്തുമ്പോൾ മാളോടക്കം തറഞ്ഞു നിന്നുപോയി. നീ പറഞ്ഞതാ ശരി. നിന്റെ അനിയത്തിയെ കൊലക്ക് കൊടുത്തവനുമായി ഇനി നിനക്കൊരു ജീവിതം വേണ്ട. ഇനി നിന്റെ ജീവിതം തകർക്കാൻ എൻ്റെ മകൻ വരില്ല. അത്രയും പറഞ്ഞവർ ശ്രീധരന്റെ മുന്നിൽ പോയി നിന്നു. അറിഞ്ഞുകൊണ്ട് എൻ്റെ മകൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. നിങ്ങളുടെ മകളെ പൊതിഞ്ഞു പിടിക്കാനേ അവൻ ശ്രമിച്ചുള്ളൂ. പക്ഷേ ക്ഷമ ചോദിക്കാൻ എനിക്ക് കഴിയൂ. നിങ്ങളിങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നതിന് മാപ്പ് തരണം. നിങ്ങളുടെ മകളുടെ ജീവിതം തകർക്കാൻ എൻ്റെ മകൻ ഇനി വരില്ല. ഞങ്ങൾ ഇറങ്ങുക. അതും പറഞ്ഞവർ മാളവിയെ ഒന്ന് നോക്കി നിന്ന് അർജുൻ്റെ കയ്യും പിടിച്ച് ബലമായി തിരിഞ്ഞു നടന്നു. ശ്രേഷ്ഠവും ആരവും ദക്ഷയും അവർക്ക് പിന്നാലെ പോകുമ്പോൾ 2 കുടുംബങ്ങൾക്കും ഇടയിൽപ്പെട്ട് ഉഴറുകയായിരുന്നു മാധവൻ. ആ 2 കാറുകളും അവിടുന്ന് പുറത്തേക്ക് അകലുമ്പോൾ മാള് നിലത്തേക്ക് ഊർന്നിരുന്നു. അർജുൻ കാറിന്റെ ബാക്ക് സീറ്റിൽ കണ്ണുകിടച്ച് ചാരിയിരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഉച്ചത്തിൽ ഇടിവെട്ടി മഴ അതിശക്തമായി പെയ്യുമ്പോൾ മാളുവിൻ്റെ അലറിക്കരച്ചിലും ആ മഴയിൽ അലിഞ്ഞു ചേർന്നു. അങ്ങ് എവിടെ നിന്നും ആ ആത്മാവും കണ്ണുനീരൊരുക്കുകയായിരുന്നു ആ നിമിഷം. തൻ്റെ രക്തത്തിൻ്റെയും പ്രാണന്റെയും അടുത്തേക്ക് ഓടിയാനാൻ കഴിയാതെ നേറിക്കൊണ്ടിരുന്നു.